അവിടെ ക്രയാം ശ്രീ മൂലസ്ഥാനത്ത് പാണ്ടി നടക്കുകയാണ്. മണികണ്ഠനാലിലേക്ക് എത്തിച്ചേർന്നു നീതലക്കാവിലമ്മ. ഇനിയിപ്പോൾ അവിടെ ചടങ്ങുകൾ പൂർത്തിയാക്കി വേണം ഈ പൂരവിളംബരം തെക്കേ ഗോപുര നടവഴി എത്തി അറിയിക്കേണ്ടത്. ഈ നടവഴിയാണ് ചെറുപൂരങ്ങൾക്കൊക്കെ അകത്ത് കയറേണ്ടത്, നമുക്കറിയാം. ഏതായാലും മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ പൂരം കേൾക്കുകയാണ് എന്ന് പറയാം. അതേസമയം ശിവകുമാർ നീതലക്കാവിലമ്മയും വഹിച്ചവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മറ്റൊരു കാഴ്ചയാണ്. അങ്ങനെ മനോഹരമായി പൂരം ഇങ്ങനെ പുരോഗമിക്കവേ വരുന്ന ആളുകൾ എങ്ങനെ പൂരം അറിയുന്നു? തീർച്ചയായിട്ടും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂരത്തിൻ്റെ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ സംഭവിക്കുകയാണ് ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്ര ക്ഷേത്രത്തിനകത്തേക്ക് ഈ എഴുന്നള്ളിപ്പ് പ്രവേശിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ. അവിടുത്തെ പാണ്ടി എന്ന് പറയുന്നത് ഈ പൂരക്കാലത്തെ ഏറ്റവും ആദ്യത്തെ പാണ്ടി മുഴങ്ങുകയാണ്. അവിടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച, ദൃശ്യശ്രവ്യ അനുഭവം തന്നെയാണ് അത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്ര സേവന സമിതിയുടെ സെക്രട്ടറി ഹരിഹരൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നീതലക്കാവിലമ്മ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കിയിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള ഗ്രാമപ്രദക്ഷിണമാണ്. ആ ഗ്രാമാന്തരീക്ഷത്തിൽ നാട്ടുകാരുടെ പറയും സ്വീകരണവും എല്ലാം തന്നെ സ്വീകരിച്ചെത്തിക്കഴിഞ്ഞു. ഇനി അകത്തേക്ക് പ്രവേശിക്കുക, പ്രദക്ഷിണം വയ്ക്കുക, പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്, ഇതെല്ലാമാണ് ഇനി അടുത്തതായിട്ട് നടക്കുന്നത്. അതൊന്ന് വിശദമായിട്ട് പറയാം. ശക്തനമ്പുരാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവതിയാണ് നെയ്തലക്കാവ് ഭഗവതി. അപ്പോൾ പൂര വിളംബരം നടത്താൻ നെയ്തലക്കാവ് ഭഗവതിനെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നെയ്തലക്കാവിൽ അമ്മയുടെ തെരമ്പ് ശിരസിലേറ്റി എറണാകുളം ശിവകുമാർ അവിടുന്ന് പുറപ്പെട്ട് ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് വടക്കുംനാഥൻ്റെ ക്ഷേത്രത്തിനകത്ത് നിന്ന് കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി എന്നിവയ്ക്ക് ശേഷം തെക്കേ ഗോപുരം തുറന്ന് പ്രദക്ഷിണം വെച്ച് ശ്രീമൂലസ്ഥാനത്തെത്തി അവിടെ നിലപാട് തറയുണ്ട്. ഈ നിലപാട് തറയിൽ ശക്തൻ തമ്പുരാനുണ്ട് എന്നാണ് വിശ്വാസം. അവിടെ പോയിട്ട് 3 ശംഖ് വിളിക്കുമ്പോഴാണ് നമ്മുടെ പൂര വിളംബരം ആരംഭമാകുന്നത്. അവിടെ വെച്ച് പൂര വിളംബരം ആരംഭമാണ്. അന്ന് തൊട്ട് പൂരം തുടങ്ങുകയാണ്. ഇതേപോലെ പൂരത്തിന് തുടക്കം തെക്കേ ഗോപുരം അകത്തേക്ക് കയറാൻ ദേവഗുരു ബൃഹസ്പതി കണിമംഗലം ശാസ്താവാണ്. ഇപ്പോൾ കണിമംഗലം ശാസ്താവാണ് ഏറ്റവും ആദ്യം തെക്കേ ഗോപുരം കടന്ന് പൂരത്തിൻ്റെ പരിപാടികൾ തുടങ്ങുന്നത്. അവിടെ നിന്ന് 36 മണിക്കൂറും ഈ ഭാഗം മുഴുവൻ സജീവമായിരിക്കും. കാരണം ഈ 36 മണിക്കൂർ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഇത് ഇത്രയും ജനകീയമായല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു 46 മണിക്കൂറിൻ്റെ ഒരു ഉത്സവമായി മാറിയിരിക്കുന്നു പൂരം. 50 മണിക്കൂറായി, എന്താ 24, 48, 60 മണിക്കൂറായി. ഇന്ന് തൊട്ട് പൂരം ശരിക്കും നാളെ തൊട്ടാണ് തുടങ്ങിയത്. ഇന്ന് തൊട്ട് തന്നെ ജനങ്ങൾ പൂരം ലഹരിയിലായി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നെയ്തലക്കാവമ്മ തുറന്നു കഴിഞ്ഞാൽ ആനകളുടെ പരിശോധന ആൾക്കാർ നിൽക്കും, പന്തൽ കാണാൻ നിൽക്കും. നാളെ ഇപ്പം ഇന്നലെ തൊട്ട് ശരിക്കും ഇന്നലെ രാത്രി സാമ്പിൾ തുടങ്ങി, ഇന്ന് തുടങ്ങി, നാളെ തൊട്ട് ശരിക്കും പൂര ലഹരിയിലാണ്. മറ്റന്നാൾ ഉച്ചയ്ക്ക് പൂരക്കഞ്ഞി കുടിക്കണോട് കൂടിയാണ് എല്ലാവരും പൂര ക്ഷീണം മാറ്റി കിടന്നുറങ്ങും. മനോഹരമായിട്ടുള്ള സാമ്പിൾ തന്നെയായിരുന്നല്ലോ ഇന്നലെ. അയ്യോ, അടിച്ചു പൊളിച്ചു പ്രാവശ്യം. അപ്പോൾ ഇതൊരു സാമ്പിൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചത് പൂരത്തിൻ്റെ വെടിക്കെട്ട് ഇതേപോലെ നമ്മൾ തകർക്കും. ആളുകൾക്ക് കൂടുതൽ മുഖത്തെല്ലാം പുഞ്ചിരിയാണ് ഇത്തവണത്തെ പൂരത്തിന്. കാരണം നിയന്ത്രണങ്ങളിലെല്ലാം ഒരുപാട് ഇളവുകൾ വരുത്തിയത് കൂടി തന്നെ ആളുകളെല്ലാം തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നു. ഈ പ്രദക്ഷിണ വഴിയിലെല്ലാം തന്നെ നിന്നുകൊണ്ട് വെടിക്കെട്ട് വീക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 5-6 കൊല്ലമായിട്ട് ജനങ്ങൾ സങ്കടപ്പെടായിരുന്നു. ഇപ്രാവശ്യത്തെ സാമ്പിളിന് തന്നെ ജനങ്ങൾ മുഴുവൻ ഭയങ്കര ഹാപ്പി. ഏകദേശം 25,000-30,000, നമ്മൾ 18,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 30,000 ആൾക്കാർ. നമ്മുടെ അവിടെ ഒരാൾക്ക് നിൽക്കുന്ന സ്ഥലത്ത് 12 ആൾ നിൽക്കും. ഇപ്പോൾ 30,000-ഓളം ആൾക്കാർ പിന്നെയും കൂടുതൽ പൂരം കണ്ടു. ഇതുപോലെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ റെസ്ട്രിക്ഷൻ അതൊക്കെ കുറച്ച് ലിബറലാക്കി അവിടെയും ആൾക്കാരുണ്ട്. എല്ലാവരും സാമ്പിൾ വളരെ സന്തോഷത്തോട് കണ്ടു. അപ്പോൾ പൂരം വെടിക്കെട്ടിന് ഇതിന് 4 ഇരട്ടി തിരക്കാവും. സാമ്പിളിന് ഇങ്ങനെ ആകുമ്പോൾ പൂരം വെടിക്കെട്ടാകുന്ന ജനങ്ങൾക്ക് ആലോചിച്ചറിയാം. അപ്പോൾ അത്രയും ജനങ്ങൾ കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി അടിച്ചു പൊളിക്കുന്ന പ്രാവശ്യം പൂരം. ഇനിയിപ്പോൾ കൂടുതൽ ഓരോ വർഷം കൂടുന്തോറും ആളുകളുടെ എണ്ണം കൂടുന്നു, പൂരം കൂടുതൽ വിശാലമാകുക തന്നെ, ജനകീയമാകുക തന്നെയാണ്. കഴിഞ്ഞ കൊല്ലം ഇവരുടെ കണക്ക് പ്രകാരം 16 ലക്ഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്രാവശ്യം 18-നും 20-നും ഇടയ്ക്ക് 20 ലക്ഷത്തോളം ജനങ്ങൾ പൂരത്തിന് വരുമെന്നാണ് ഇപ്പോഴത്തെ ഇൻ്റലിജൻസ് കണക്ക് പ്രകാരം. 20 ലക്ഷത്തോളം ആൾക്കാർ പൂരത്തിനുണ്ടാവും. ക്ഷേത്രത്തിൽ ഏതായാലും നമുക്കറിയാം പ്രത്യേക ചടങ്ങുകളൊന്നും തന്നെ പൂരവുമായി ബന്ധപ്പെട്ടില്ല. പക്ഷേ എങ്ങനെയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ഇവിടെ പറ വയ്ക്കുന്ന അടക്കമുള്ള ചടങ്ങുകളുണ്ട്. നാളെ മറ്റേ പൂരപ്പുറപ്പാട് നടക്കുമ്പോഴും ഇതുപോലെ സമാനമായിട്ടുള്ളൊരു പറ വയ്ക്കുന്നത് വടക്കുന്നാഥൻ ശരിക്കും ഒരു മൂകസാക്ഷിയാണ്. അപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാനായിരുന്നു. പൂരം മുഴുവൻ വടക്കുന്നാഥൻ്റെ മുമ്പിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളയച്ച് നെയ്തലക്കാവമ്മ തുറന്നു വരുമ്പോൾ വടക്കുന്നാഥൻ്റെ ആൾക്കാരെ നമ്മൾ പറ വെച്ച് നെയ്തലക്കാവമ്മേനെ സ്വീകരിക്കും. ഈ വടക്കുന്നാഥൻ്റെ അവിടെ ഒന്നിലും നമ്മൾ സ്വീകരിക്കണം. ഇതേപോലെ നമ്മളവിടെ അകത്തും ആനകൾ വരുമ്പോൾ പറ വയ്ക്കും. എല്ലാ എഴുന്നള്ളിപ്പുകൾക്കും നമ്മൾ സ്വീകരണം കൊടുത്ത് അടിപൊളിയാക്കണം. വടക്കുന്നാഥൻ മൂകസാക്ഷിയാണെങ്കിലും എല്ലാ പരിപാടിയും വടക്കുന്നാഥൻ നടത്തുന്നുണ്ട്.
എന്തായാലും വടക്കുന്നാഥ് എല്ലാം നടത്തുന്ന നാഥനാണ്. അപ്പോൾ അതുകൊണ്ട് പൂരം അതിമനോഹരമായിട്ട് നടക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രദേശം നന്ദി കേട്ടോ. ഏതായാലും പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് തെക്കേ ഗോപുര നട തുറക്കുക എന്നുള്ളത്. അത് അല്പസമയത്തിനകം തന്നെ നടക്കും. ഏതാണ്ട് 1 മണിക്കൂർ കൂടി അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ് നമുക്ക് കരുതുന്നത്. ഇപ്പോൾ എന്തായാലും വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട് എഴുന്നള്ളിപ്പ്. ആ എഴുന്നള്ളിപ്പ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് എത്തുകയും ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രദക്ഷിണം പൂർത്തിയാക്കുകയും കൊമ്പുപറ്റ് കുഴൽപ്പറ്റടക്കം പൂർത്തിയാക്കുകയും ചെയ്യുന്നതോടുകൂടി അതിമനോഹരമായിട്ടുള്ള എഴുന്നള്ളിപ്പ് ഈ തെക്കേ ഗോപുര നട നടക്കുന്ന ചടങ്ങിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും സിംബോളിക്കായിട്ടുള്ള ഏറ്റവും സിമ്പിളായി മാറിയിരിക്കുന്ന ഒരു ചടങ്ങാണ് പൂര വിളംബരം എന്ന് പറയുന്ന. ആ വിളംബരം അല്പസമയത്തിനകം തന്നെ നടക്കും. എറണാകുളം ശിവകുമാർ എന്ന ഗജരാജൻ്റെ മസ്തകത്തിലേറി നെയ്തലക്കാവ് ഭഗവതി എഴുന്നള്ളി കഴിഞ്ഞു. നെയ്യും തിലവും, അതായത് നെയ്യും എള്ളും വഴിപാടിന് പ്രാധാന്യമുള്ള ക്ഷേത്രം എന്ന നിലയ്ക്കാണ് നെയ്തലക്കാവ് എന്നുള്ള പേരിലേക്ക് വന്നത്. വടക്കുന്നാഥന് ഏറ്റവും പ്രിയപ്പെട്ട ദേവി ഭഗവതി കൂടിയാണ്, ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രം കൂടിയാണ് നെയ്തലക്കാവ്. അതുകൊണ്ട് തന്നെ ഈ നെയ്തലക്കാവിൽ അമ്മയ്ക്കാണ് ഇവിടുത്തെ ഈ മറ്റ് ഘടകക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഈ ഉത്സവങ്ങൾ പൂരങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി ഈ തെക്കേ ഗോപുര നട തുറന്നിടുന്ന കാഴ്ചയിലേക്ക് അവകാശം നൽകിയിരിക്കുന്നത്. അങ്ങനെ അത്തരം കാഴ്ചകളിലേക്ക് പോകുന്നത് നെയ്തലക്കാവിൽ അമ്മയ്ക്കാണ് അതിനുള്ള ഒരു അവകാശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നാളത്തെ ദിവസം നെയ്തലക്കാവിലമ്മ ഏറ്റവും ഒടുവിൽ എത്തുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം കണിമംഗലം ശാസ്താവ് എത്തുന്നു, പിന്നീട് നെയ്തലക്കാവ് ഭഗവതി കൂടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ എഴുന്നള്ളിപ്പുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, പാണ്ടിമേളം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.